മതി. ഹലോ, നമസ്കാരം. ഞാനുണ്ണി ജോർജ്. വെൽക്കം ടു OMK ഫിഷിംഗ്. നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കരിമീൻ പിടിച്ചിട്ട് അതൊരു വെറൈറ്റി രീതിയിൽ കുക്ക് ചെയ്യാൻ. അതായത് ഒരു 1000 തീപ്പെട്ടി, ഒരു 50,000 തീപ്പെട്ടി കൊള്ളി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ കരിമീനെ ചുട്ടെടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഒരൊറ്റ കരിമീൻ മതി, അധികം ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കരിമീൻ, അത്യാവശ്യം വലിയൊരു കരിമീനെ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നല്ല സുഖമില്ല, തൊണ്ടവേദന ഉണ്ട്, ജലദോഷം, ചെറിയ പനി, പിന്നെ വയറിളക്കം. നിങ്ങളെല്ലാവരും പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ലോണം കൊതിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എനിക്ക് വയറിളക്കം പിടിക്കുമ്പോൾ. ചെറുതായിട്ട് 2-3 ദിവസമായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മീൻ പിടിക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ വെള്ളത്തിന് ഇത്തിരി താഴ്ചയുണ്ട്. അപ്പോൾ താഴ്ച ഉള്ളപ്പോഴേക്കും നമ്മുടെ ഇര വെള്ളത്തിൽ ചെന്ന് മുട്ടി നിൽക്കണം. അപ്പോൾ ഈ പൊങ്ങ് കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ മുട്ടി നിൽക്കില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ പൊങ്ങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ടൈറ്റ് നീട്ടി കൊടുക്കണം. അപ്പം പൊങ്ങ് പുറയിലേക്ക് പോകുമ്പോഴേക്കും ഇത് താന്ന് വെള്ളത്തിൻ്റെ അടിയിട്ടില്ല, അങ്കിലേ മീൻ കൊത്തുള്ളൂ. ഇവിടെ ഇത്തിരി താഴ്ചയുണ്ട് വെള്ളത്തിൽ. ഓക്കെ, നമ്മൾ റന്നിനെ പിടിച്ചിട്ടുണ്ട്. അധികം വലുതല്ല, ശരിക്കും ചെറിയ ഒരിടത്തരം മീനാണ് കരിമീൻ തന്നെയാണ്, ഇടത്തരമാണ്. നമ്മൾ ഇതിനെ വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അധികം വലിയ കരിമീനും വേണ്ടെന്നാണ് തോന്നണം. അതായത് എങ്ങനെ കുക്കാകും എന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കുക്കിംഗ് ടൈം. ശരിക്കും ആർക്കാണ് ഒരു വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? നമ്മൾ സാധാരണ കറി വെക്കണത് അടുപ്പിലൊക്കെ വെച്ച് നല്ല രീതിയിലല്ല കറി വെക്കണം. ഇപ്പം നമ്മളൊരു ചെറിയ വെറൈറ്റി തീപ്പെട്ടി കൊള്ളി കത്തിച്ചാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി വേണം എന്ന് പറയണവർക്ക് ഒരു മാരക വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ ഈ തീപ്പെട്ടി സാധനങ്ങളൊക്കെ എല്ലാം പൊട്ടിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സംഭവം കുറച്ചൊന്നും അല്ല കേട്ടോ, ഒരു ഇങ്ങടെ ഉണ്ട്. അമ്മച്ചി കടയിൽ പോയി ഒരു പാക്കറ്റ് തീപ്പെട്ടി മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ മേടിക്കാത്ത ആൾക്കാരാണ്. 50,000 തീപ്പെട്ടി കൊള്ളി വെച്ച് കത്തിക്കാൻ പോകും. അമ്മച്ചി കാണണ്ട. ഇത്രയും തീപ്പെട്ടി മേടിച്ചപ്പോൾ 2 വീട്ടിലായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഉറപ്പായിട്ടും ചോദിക്കും. എന്തായാലും 2 ഞാൻ വീട്ടിലായിട്ട് കൊണ്ട്. നിങ്ങൾക്ക് വേണം? എനിക്കുണ്ട്. ദൈവം, ഇനി ഇതൊക്കെ അഴിച്ചു പറിച്ച് കെട്ടി എപ്പത്തീരാണ്. അപ്പൊ നമ്മൾ തീപ്പെട്ടി ഓരോന്നായിട്ട് പൊട്ടിക്കണേന്.
പൊട്ടിച്ചിട്ട് നമ്മൾ തീപ്പെട്ടി ഓരോ കവറിൽ നിന്നും പുറത്തെടുത്തിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ തീപ്പെട്ടി എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീപ്പെട്ടി കൊള്ളി തുറന്നിട്ട് തീപ്പെട്ടി കൊള്ളി തുറന്ന് തീപ്പെട്ടി നമ്മൾ പുറത്തെടുക്കണം, കൊള്ളി പുറത്തെടുക്കണം. എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടും. അപ്പോൾ നമ്മുടെ തീപ്പെട്ടി നമ്മൾ സംഭവം ഇതേപോലെ കൊള്ളി പുറത്തേക്ക് എടുക്കുന്നു. ഒരു 3 തീപ്പെട്ടി നമ്മളിങ്ങനെ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ കെട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഭവിച്ചാലേ തീപ്പെട്ടിക്കൊള്ളിയുടെ തല തിരിഞ്ഞാണ് ഇരിക്കണം. കുറേണ്ണം തിരിഞ്ഞും തല മുകളിലായിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നമ്മളെല്ലാം കൂടി ഈ തീപ്പെട്ടി എല്ലാം നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ മീൻ ചെയ്യാൻ പോകുക. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് പശ പരട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോൾ കൊണ്ടുവന്നുണ്ട്. പശ പുരട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ വെച്ച് എല്ലാം കൂടി ഇതേ കൂട്ടം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ മീൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ പശ നമുക്ക് പുരട്ടാം. അപ്പോൾ കണ്ട ഫെവിക്കോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തേക്കുന്നുണ്ട്. ആ ടവനിങ്ങനെ നടുക്ക് ഇങ്ങനെ വെക്കും. ചെറിയൊരു ബലം മതി, അതിന് അധികമൊന്നും വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഉണ്ടോ ഇത്ര മതി. അതിന് വേണേൽ വെച്ച് നമ്മളിങ്ങനെ ഒരു റൗണ്ടാക്കി എടുക്കും. ഗ്യാപ്പ് ഇല്ലാണ്ട് പരമാവധി മുട്ടിച്ച് വെച്ചിട്ട് റൗണ്ട് പോലെ ആക്കി എടുക്കാം. ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല, ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. അത് കണ്ടിട്ട് ചെയ്യുന്നതാണ്. കോപ്പേടിയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുവെല്ലാം കാണണ്ട. ഉണ്ടാക്കി വന്നപ്പോഴേ ലവ് മലപ്പുറം ഉണ്ടാക്കിയതല്ല, റൗണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ ലവ് ആയിപ്പോയി. അടിപൊളി. ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ ഇത് തലകുത്തി നിൽക്കണോണ്ട് കണ്ട, തലകുത്തി നിൽക്കണോണ്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. തീപ്പെട്ടിക്കുള്ളി തലകുത്തി നിൽക്കണോണ്ടേ. അപ്പോൾ നമ്മുടെ കരിമീൻ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാല പറ്റണം. അതായത് ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് മുളക് പൊടി, അത് 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് പറ്റണം. അപ്പോൾ അത് ഇതുണ്ടോ കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അധികം മസാല പിടിപ്പിക്കണമില്ല. ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ മസാല റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് വെക്കുന്നു. ബും കത്തിക്കാൻ വേണ്ടി. ഇങ്ങനെ വെക്കാം, ഇരിക്കട്ടെ. അപ്പോൾ ഇനി കത്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കത്തിക്കാൻ പോണേണ്ട. ഓക്കെ, റെഡിയല്ലേ? എന്താകോ എന്തോ. മതി. പൊളി പൊട്ടിത്തെറിക്കോ? അയ്യോ,
ഓ നല്ല അടിപൊളി കിടിലനായിട്ട് കത്തിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് റൗണ്ടിൽ നല്ലോണം കത്തിയിട്ടുണ്ട്. നല്ലോണം പുകയണുണ്ട്, പൊള്ളണുണ്ട്, അടിയിലത്തെ ഷീറ്റ് വരെ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കത്തിക്കോട്ടെ. കത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയായിക്കോളും. പൊള്ളിയടക്കം അടിയിലിരുന്ന് ശരിക്കും കത്തുണ്ട്. അതങ്ങോട്ട് കത്തിക്കോട്ടെ. അടിയിൽ വെച്ചേക്കണം മരം കത്തി പോവും. ഇല്ല കത്തട്ടെ നല്ലോണം കത്തല്ലേ. മറിച്ചിട്ട് കൊടുത്തില്ലെന്നു. അപ്പം എല്ലാം ഏതാണ്ടൊക്കെ കത്തി അത്യാവശ്യം നശിനി തീർന്നിട്ടുണ്ട് തീപ്പെട്ടിക്കുള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ മീൻ എന്തായി എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മാറ്റി എടുക്കട്ടെ. അപ്പോൾ കരിമീൻ എന്തായോ എന്തോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കട്ടെ. കൊള്ളാം. നല്ല പകുതി വെന്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് വന്നിട്ടില്ല. കുറച്ച് നേരം കൂടി നമുക്ക് വെക്കണമെങ്കിൽ വെക്കാറുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് ഇപ്പുണ്ട്. ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചു നോക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം പാടില്ല, രണ്ടാമത്തെ കാര്യം ഇതൊക്കെ വെച്ച് കത്തിച്ചുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഒരു പരീക്ഷണം എന്നുള്ള അടിസ്ഥാനത്തിൽ അങ്ങനെ പോട്ടെ എന്ന് പറയാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റും. അത്യാവശ്യം വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കരിമീൻ തീപ്പെട്ടിക്കുള്ളി 50,000 തീപ്പെട്ടിക്കുള്ളി വെച്ച് കത്തിച്ച് ഇങ്ങനെ ആക്കി എടുത്തത്. പൊള്ളിയെന്ന വെന്തെന്നാ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിറച്ച് കൊടുത്തിട്ട്. ഓക്കെ.